Good morning, dear students. We've been talking about speculation. We've learned about speculation, the difference between speculation and investment. We talked about a few types of speculators. And in today's class, we are going to learn about speculative transactions. So speculative transactions is a bit broad area. We won't be able to finish all the speculative transactions in this class. But we'll start with the topic. We'll see a few of the speculative transactions. Okay. So I'm just taking you through the slides. This is like just an introduction to the topic. So in stock exchange, if we see there are speculative transactions and there are some fraudulent transactions as well. So fraudulent transactions also can be considered as speculative transactions, but not all speculative transactions are fraudulent transactions. So a few of the speculative transactions which are discussed in your textbook, they are irrelevant now because they have disappeared from the stock exchange. Such transactions as blank transfers and badla or carry forward transactions. So we are not talking about all that. And we are going to focus on those transactions which fall under the category of either speculative or fraudulent transactions. So the first speculative, in today's class we are talking about only the speculative transactions. We are not completing it. We will learn a few of the speculative transactions. So the first one is intraday trading. The term may be familiar to you. Intraday trading. Intraday means within the day. Okay. So intraday is also known as day trading. Intraday trading is also referred to as day trading. So what happens in intraday is it's not like the investors are purchasing securities and holding them for a long time. അതുപോലെയല്ല ചെയ്യുക. ഇൻട്രാഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റീസ് ആർ ബോട്ട് ആൻഡ് സോൾഡ് വിത്തിൻ ദ ഡേ. വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് ആ ഒരു ദിവസത്തിനുള്ളിൽ തന്നെയാണ്. അതുകൊണ്ടാണ് അതിനെ ഇൻട്രാഡേ എന്ന് നമ്മൾ വിളിക്കുക. ഇനി സെക്യൂരിറ്റീസ് വളരെ കുറഞ്ഞ ഒരു പീരീഡിലേക്ക് മാത്രമേ ഉള്ളൂ ഇൻവെസ്റ്റേഴ്സ് അവരെ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. അതാണ് ഫോർ എ ഷോർട്ട് ടേം ഓൺലി എന്നോട് പറഞ്ഞിരിക്കുക. സെക്യൂരിറ്റീസ് ആർ ഹെൽഡ് ഓൺലി ഫോർ എ ഷോർട്ട് ടേം. Then the trade happens within the day. Trade in the purchase or buying of securities and selling the securities happen within the day. And how does this happen? ഇങ്ങനെ വാങ്ങാനും വിൽക്കാനും മാത്രം ഫണ്ട് ഉണ്ടോ ഇൻവെസ്റ്റേഴ്സിന് നമുക്ക് തോന്നാം അല്ലേ? അതെന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇൻവെസ്റ്റേഴ്സ് ആർ സപ്പോസ് ടു റീറ്റെയിൻ എ പെർസെൻറ്റേജ് ഓഫ് ദ എമൗണ്ട് ആസ് മാർജിൻ വിത്ത് ദ ബ്രോക്കേഴ്സ്. ബ്രോക്കേഴ്സിന്റെ കയ്യിൽ ഇൻവെസ്റ്റേഴ്സ് കുറച്ചൊരു നിശ്ചിത തുക കൊടുക്കും. അതിനാണ് നമ്മൾ മാർജിൻ എന്ന് പറയുക. ഈ മാർജിൻ ഉപയോഗിച്ചിട്ടാണ് ഇവർ ബൈങ്ങും സെല്ലിങ്ങും ഒക്കെ നടത്തുക. സോ മാർജിന്റെ ഒരു 4 ഇരട്ടി അല്ലെങ്കിൽ 5 ഇരട്ടി വരെയുള്ള തുകയ്ക്ക് ഇവർക്ക് ബൈ ചെയ്യാനും സെല് ചെയ്യാനും പറ്റും. സോ ബൈ ചെയ്യുന്നത് ഏത് ഹോപ്പിലായിരിക്കും? ഇതിലും കൂടിയ വിലയാകും ഈ ദിവസം തന്നെ. സോ ഒരു ഹൈ റേറ്റിൽ ഇത് വിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ഇൻവെസ്റ്റേഴ്സിന്റെ പ്രതീക്ഷ. സോ അവര് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടൊക്കെ ചെയ്യും. ആൻഡ് ഇഫ് ദർ കാൽക്കുലേഷൻസ് ഗോ റൈറ്റ് ദേ വിൽ ഏൺ പ്രോഫിറ്റ്. ഇഫ് നോട്ട് they will incur loss. അതാണ് സംഭവിക്കുക. സോ സെക്യൂരിറ്റീസ് വാങ്ങുന്നത്, അതാണ് ഇവിടെ പറയുക, ദ ഡിപ്പോസിറ്റ് എ പെർസെൻറ്റേജ് ആസ് മാർജിൻ. അത് ഓർത്ത് വയ്ക്കുക. ഈ മാർജിൻ വെച്ചിട്ടാണ് അവരുടെ കളികളെല്ലാം നടക്കുക. സോ ദേ ബൈ ഷെയർസ് ഇൻ എക്സ്പെക്ടേഷൻ ഓഫ് പ്രൈസ് റൈസ്. പ്രൈസ് കൂടും എന്നുള്ള പ്രതീക്ഷയിലാണ് വാങ്ങുക. കാരണം കൂടിയ റേറ്റിൽ അവർക്ക് വിൽക്കാനായിട്ട് സാധിക്കും അല്ലേ? സോ അങ്ങനെ സാധിച്ചാൽ അവർക്ക് പ്രോഫിറ്റ് കിട്ടും. അങ്ങനെ സാധിച്ചില്ലെങ്കിൽ അവർക്ക് ലോസ് ആകും. സോ ആ ലോസ് ഒന്നെങ്കിൽ ആ ലോസ് അവർ ഇൻകർ ചെയ്യണം. അതിനെയാണ് സ്ക്വയറിംഗ് ഓഫ് എന്ന് പറയുക. സോ ആ ട്രാൻസാക്ഷൻ സ്ക്വയർ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ലോസ് ഇൻകർ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. അല്ലാത്തൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ അതിനൊരു നോർമൽ ട്രാൻസാക്ഷൻ ആക്കി മാറ്റുക. നോർമൽ ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഇവിടെ ഫുൾ പേയ്മെന്റ് നടത്തിയല്ല സെക്യൂരിറ്റീസ് ബൈ ചെയ്യുന്നത് അല്ലേ? സോ ഫുൾ പേയ്മെന്റ് തന്നെ നടത്തി സെക്യൂരിറ്റീസ് ബൈ ചെയ്യുകയും പിന്നെ അതിന്റെ ഡെലിവറി സ്വീകരിക്കുക. അതായത് ബൈ ചെയ്ത് വിൽക്കുക അല്ല, വാങ്ങുക, അതിന്റെ ഡെലിവറി സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. ഒന്നുകിൽ ലോസ് ഇൻകർ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ നോർമൽ ട്രാൻസാക്ഷൻ ആക്കി അതിനെ മാറ്റാം. സോ ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രാഡേ ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മെയിൻലി ഓർത്തിരിക്കേണ്ടത്. സോ ദ നെക്സ്റ്റ് സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ ഈസ് ഷോർട്ട് സെല്ലിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസം എപ്പോഴാണ് ലെയിം ഡക്ക് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ, ലെയിം ഡക്ക് നമ്മൾ എപ്പോഴാണ് വിളിക്കാന്ന് പറഞ്ഞാൽ ലെയിം ഡക്ക് ഈസ് എ ബാഡ് സ്പെക്കുലേറ്റർ ആൻഡ് വെൻ ഹി ഈസ് നോട്ട് ഏബിൾ ടു ഫുൾഫിൽ ഹിസ് പ്രോമിസ്, ഫുൾഫിൽ ഹിസ് ഒബ്ലിഗേഷൻ, ഹി ഈസ് കൺസിഡർഡ് ടു ബി എ ലെയിം ഡക്ക് അല്ലേ? സോ അവിടെ നമ്മൾ പറഞ്ഞത് വിൽക്കാം എന്ന് അവരെ ഏൽക്കുകയും
എന്നാൽ വിൽക്കാൻ പറ്റാതെ വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എപ്പോഴാന്ന് ചോദിച്ചാൽ ഇവിടെ നോർമൽ പ്രോസസ്സിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു പ്രോസസ്സാണ് നടക്കുക. നോർമൽ പ്രോസസ്സ് എന്താ? സെക്യൂരിറ്റീസ് വാങ്ങുന്നു വിൽക്കുന്നു എന്നാണെങ്കിൽ ഈ ഷോർട്ട് സെല്ലിങ്ങിൽ അതിന്റെ റിവേഴ്സ് നടക്കും. അതായത് സെക്യൂരിറ്റീസ് വിൽക്കുന്നു വാങ്ങുന്നു. ഓക്കെ, സോ അതെങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ കാണുക. സോ ഇത് റിവേഴ്സ് പ്രോസസ് ആണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. സെക്യൂരിറ്റീസ് ആർ സോൾഡ് ഫസ്റ്റ് ആൻഡ് ബോട്ട് ലേറ്റർ. ഇവിടെ ഒരു പ്രതീക്ഷ എന്താന്ന് വെച്ചാൽ റേറ്റ് കൂടി നിൽക്കുമ്പോൾ വിൽക്കുന്നു. നമ്മൾ ബെയർ സ്പെക്കുലേറ്ററെ കണ്ടത് അതായിരുന്നു അല്ലേ? സോ someone who sells of securities at the present price expecting a fall in price. പ്രൈസ് കുറയും, അപ്പോൾ നമുക്ക് വാങ്ങാം എന്ന് കരുതിയിട്ട് ഇപ്പോൾ വിൽക്കുന്നവരാണ് ബെയർ സ്പെക്കുലേറ്റർ. ഈ ഷോർട്ട് സെല്ലിങ്ങിന് സംഭവിക്കുന്നത് അതാണ്. എന്താണെന്ന് വെച്ചാൽ ഇവരിപ്പോൾ സെക്യൂരിറ്റീസ് വിൽക്കുമ്പോൾ അപ്പം തന്നെ ഡെലിവറി നടത്തുന്നില്ല. സെക്യൂരിറ്റീസ് വിൽക്കാനായിട്ടുള്ള കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയും എന്താ സംഭവിക്കുക, അവിടെ വാങ്ങി കുറച്ചുകൂടെ പ്രൈസ് കുറയുമ്പോൾ സെക്യൂരിറ്റീസ് വാങ്ങിയിട്ട് ഈ ഡെലിവറി നടത്താം എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. സോ വാട്ട് ദേ എക്സ്പെക്ട് ഈസ് എ ഫോൾ ഇൻ പ്രൈസ്. ഷെയറിന്റെ വാല്യൂ കുറയുമ്പോൾ ആ ലോവർ റേറ്റിൽ നമുക്ക് വാങ്ങിച്ചിട്ട് നമുക്ക് ഇതിന്റെ വിൽപ്പന നടത്താം എന്നൊക്കെയുള്ളതാണ് പ്രതീക്ഷ. പക്ഷേ ഈ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ ഷെയറിന്റെ പ്രൈസ് കുറയുകയാണെങ്കിൽ അവർക്കത് പ്രോഫിറ്റ് ആണ്. കാരണം അവർ ഉദ്ദേശിച്ച സെല്ലിംഗ് പ്രൈസിനും കുറഞ്ഞ റേറ്റിൽ അവർക്ക് വാങ്ങാൻ പറ്റുന്നുണ്ട് അല്ലേ? സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആ ഒരു സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസിന്റെ തമ്മിലുള്ള ഡിഫറൻസ് ആണ് അവരുടെ പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത്. പക്ഷേ വാട്ട് ഇഫ് ദ ഷെയർ പ്രൈസസ് റൈസ് ഇൻസ്റ്റെഡ് ഓഫ് ഫോളിങ്? ഷെയർ പ്രൈസസ് കുറയുന്നതിന് പകരം കൂടുകയാണ് ചെയ്യുന്നതെങ്കിലോ അവരുടെ പ്രതീക്ഷകളെല്ലാം തകിടം മറിയും അല്ലേ? അപ്പോൾ അവർക്ക് എന്ത് സംഭവിക്കും? നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് അവിടെ ലോസ്, എന്താണെങ്കിലും ലോസ് അവർക്ക് ഇൻകർ ചെയ്യേണ്ടതായിട്ട് വരും. അതിനെയാണ് സ്ക്വയർ ഓഫ് എന്ന് പറയുക. ആ ഒരു ട്രാൻസാക്ഷൻ സ്ക്വയർ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ സ്ക്വയർ ഓഫ് ചെയ്ത് ലോസ് ബെയർ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ, അത് നടന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഹെവി പെനാൽറ്റി കൊടുക്കേണ്ടതായിട്ട് വരും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ. സോ ഇവിടെ റിസ്ക് ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട് അല്ലേ? അവരുടെ പ്രതീക്ഷ പ്രൈസ് കുറയുന്നതാണ്. പക്ഷേ ഇഫ് ദ പ്രൈസ് ഡസന്റ് ഫോൾ ദർ ഈസ് എ റിസ്ക് ഫോർ ദം. പക്ഷേ അവിടെ ഒരു ഗുണം എന്താണ്? അതിൻ്റെ ഒരു പോസിറ്റീവ് ആസ്പെക്ട് എന്ന് പറയുന്നത് എന്താണ്? അവരുടെ കൈവശം ഫണ്ട് ഇല്ലാതെ തന്നെ, സെക്യൂരിറ്റീസ് കൈവശം ഇല്ലാതെ തന്നെ അവർക്ക് സെക്യൂരിറ്റീസ് വിൽക്കാനായിട്ട് സാധിക്കുന്നു. അതിലൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. ഇഫ് ദെയർ എക്സ്പെക്ടേഷൻസ് ആർ expectations are correct or if it falls right. Okay, so അതാണ് നമ്മൾ ഇവിടെ അവിടെ മാർക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ ഓർക്കേണ്ട കുറേ കാര്യം. സോ ഇവിടെ എന്താ പറയുക, ഷെയർ പ്രൈസ് കുറയും എന്നുള്ളതാണ് അവരുടെ ഒരു എക്സ്പെക്ടേഷൻ. പ്രോഫിറ്റബിൾ ആണ് എപ്പോൾ ഈ സെല്ലിംഗ് പ്രൈസ് മൈനസ് ബൈങ് പ്രൈസ് എന്നൊരു കോണ്ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഷെയർ പ്രൈസ് കുറയുകയാണെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് ആണ്, അല്ലെങ്കിൽ അവർക്ക് അവിടെ ഒരു ലോസ് ഇൻകർ ചെയ്യേണ്ടതായിട്ട് വരും. ലോസ് ഇൻകർ ചെയ്യുക, സ്ക്വയർ ഓഫ് ഇയർ ട്രാൻസാക്ഷൻ ലോസ് ഇൻകർ ചെയ്യുക, അല്ലെങ്കിൽ ഹെവി പെനാൽറ്റി കൊടുക്കേണ്ടതായിട്ട് വരും ഷോർട്ട് സെല്ലിങ്ങിൽ. റിസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ റിസ്ക് ഉണ്ട്. പക്ഷേ അവർക്ക് എന്തുകൊണ്ട് അവർക്ക് ബിസിനസ്സിൽ എൻഗേജ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് മച്ച് ഫണ്ട്സ് ഇൻ ഹാൻഡ്. അതാണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം. അവരുടെ കൈവശം കാശില്ല, അവരുടെ കൈവശം ഷെയർ ഇല്ല, പക്ഷേ സ്റ്റിൽ ദേ ആർ എൻഗേജിങ് ഇൻ എ സെയിൽ ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ഷോർട്ട് സെല്ലിംഗ്. ഓക്കെ, ദാറ്റ് ഈസ് ദ സെക്കൻഡ് സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ. ആൻഡ് തേർഡ് ഈസ് മാർജിൻ ട്രേഡിംഗ്. മാർജിൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർജിൻ വെച്ചിട്ട് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ മാർജിൻ ട്രേഡിംഗ് എന്ന് പറയുക. ഒരു നട്ഷലിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻവെസ്റ്റേഴ്സിന് അവർക്കൊരു ഹ്യൂജ് പർച്ചേസ് നടത്താനായിട്ടുള്ള ഫണ്ട്സ് ഒന്നും ഇല്ല. അപ്പോൾ അവരെന്താ ചെയ്യുക? ടോട്ടൽ റിക്വയർഡ് ഫണ്ട്സ് എന്താണോ അതിൻ്റെ ഒരു 50% അവർ കൊടുക്കുന്നു. ബാക്കി 50% ദേ ബോറോ ഫ്രം ബാങ്ക്സ് ത്രൂ ബ്രോക്കേഴ്സ്. ബ്രോക്കേഴ്സിലൂടെ ബാങ്ക്സിൽ നിന്നും ബോറോ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് പക്ഷേ ബാങ്ക്സ് അപ്പോൾ എന്ത് ചെയ്യും? ഇതിനൊരു ഹൈ ഇൻട്രസ്റ്റ് അവർ ചാർജ് ചെയ്യും. ഇങ്ങനെ ബാങ്ക്സിന്റെ കയ്യിൽ നിന്നുള്ള ബോറോഡ് ഫണ്ട്സ് ഉപയോഗിച്ച് വാങ്ങുന്ന സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് they become collateral securities as far as the deal between banks and investors are concerned. ഇൻവെസ്റ്റേഴ്സിന്റെ പ്രയോജനം എന്താ? they get securities without paying the full amount അല്ലെ? അവർ ഫുൾ ക്യാഷ് കൊടുക്കാതെ തന്നെ അവർക്ക് സെക്യൂരിറ്റീസ് കിട്ടുന്നു. ബാങ്ക്സിന്റെ പ്രയോജനം എന്താ? they get interest and profit. അതുവഴിയുള്ള ഇൻകം അവർക്ക് കിട്ടുന്നുണ്ട് ഔട്ട് ഓഫ് ദെയർ സർപ്ലസ് ഫണ്ട്സ്. അതാണ് ബാങ്ക്സിന്റെ പ്രയോജനം. ടോട്ടൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള ഒരു ബെനിഫിറ്റ് എന്താണ്? there is liquidity in the stock exchange, there are transactions happening in the stock exchange. Okay, സോ മാർജിൻ ട്രേഡിംഗ് പറഞ്ഞ പോലെ ഒരു ഇൻവെസ്റ്ററെ അത് പെർമിറ്റ് ചെയ്യുന്നുണ്ട് ഇൻ എക്സസ് ഓഫ് ഹിസ് പൊട്ടൻഷ്യൽ. അയാളുടെ കൈവശം എത്ര ഫണ്ട്സ് ആണോ ഉള്ളത് അതിലും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ 50% ആണ് അവർ കൊടുക്കുന്നുള്ളൂ. ബാക്കി എങ്ങനെയാണ് കിട്ടുക? ഫ്രം ബാങ്ക്സ് ത്രൂ ബ്രോക്കേഴ്സ്. ബാങ്ക്സിൽ നിന്ന് നേരിട്ട് കിട്ടുകയല്ല, ബ്രോക്കേഴ്സിലൂടെ ബാങ്ക്സിൽ നിന്ന് കിട്ടുന്നു. സോ ബാങ്ക്സ് ഹൈ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട് ഈ പർച്ചേസ് ചെയ്ത സെക്യൂരിറ്റി മാറുന്നുണ്ട്. അതവർക്ക് ഇൻവെസ്റ്റേഴ്സിന് വിതൗട്ട് പേയിങ് ഫുൾ എമൗണ്ട് ദേ ഗെറ്റ് സെക്യൂരിറ്റീസ്.
ബാങ്ക്സിന് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, പിന്നെ എന്താ ഉള്ളത്, മാർക്കറ്റിൽ ലിക്വിഡിറ്റി എൻഹാൻസ്ഡ് ആവുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് മാർജിൻ ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഇത് എന്തുകൊണ്ടാണ് ഒരു സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫണ്ട് ഇല്ലാതെ തന്നെ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, ഈ ഉള്ള അവരുടെ കയ്യിലുള്ള മിനിമം ഫണ്ട്സ് വെച്ചിട്ട് അവർക്ക് കൂടുതൽ അസറ്റ് അക്വയർ ചെയ്യാനും അതിലൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കാനും സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ ആയിട്ട് മാറുക. ആൻഡ് നെക്സ്റ്റ് ഈസ് ആർബിട്രേജ്, വിച്ച് യു ഓൾ നോ. അത് അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ആർബിട്രേജ് എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മൾ രണ്ട് മാർക്കറ്റിലുള്ള സ്റ്റോക്ക് അല്ലെങ്കിൽ ഷെയർ സെക്യൂരിറ്റി പ്രൈസസിലുള്ള ഡിഫറൻസ് വെച്ച് ഗെയിൻ ചെയ്യുന്നവരാണ്, ഡിഫറൻസ് വെച്ച് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നവരെയാണ് നമ്മൾ ആർബിട്രേജേഴ്സ് എന്ന് വിളിക്കുക. ആ ആക്ടിവിറ്റിയെയാണ് നമ്മൾ ആർബിട്രേജ് എന്ന് പറയുക. ഓക്കെ, സോ നാച്ചുറലി പ്രോഫിറ്റ് ഉണ്ടാക്കണ എന്ത് ചെയ്യണം, സെക്യൂരിറ്റീസ് ആർ ടു ബി പർച്ചേസ്ഡ് ഫ്രം this market where share prices are low and it is to be sold in the market where share prices are high. അത് നമുക്കറിയാം അല്ലേ. സോ അതാണ് ഇവിടെ പറയുക, ബൈങ് സെക്യൂരിറ്റീസ് ഫ്രം ലോ പ്രൈസ്ഡ് മാർക്കറ്റ് ആൻഡ് സെല്ലിംഗ് ദം അറ്റ് എ ഹൈ പ്രൈസ്ഡ് മാർക്കറ്റ്. അവിടെ എന്താ ചെയ്യുക, എക്സ്പ്ലോയിറ്റിംഗ് പ്രൈസ് ഡിഫറൻസസ്, രണ്ട് മാർക്കറ്റിലുള്ള പ്രൈസ് ഡിഫറൻസസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് അവർ ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന ട്രേഡേഴ്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കുക, ആർബിട്രേജേഴ്സ് എന്ന് വിളിക്കുക. അത് ചുമ്മാ ആൾക്കാരല്ല, അവർ വളരെ കീൻ ഒബ്സർവേഴ്സ് ആയിരിക്കും. മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് ആ മാർക്കറ്റ് അനാലിസിസിലൊക്കെ അവർ വളരെ എക്സ്പേർട്സ് ആയിരിക്കും. ക്വിക്കായിട്ട് അവർക്ക് ആക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, മാർക്കറ്റിനെ കീനായിട്ട് ഒബ്സർവ് ചെയ്യും, വ്യക്തമായിട്ട് അനലൈസ് ചെയ്യും, ക്വിക്കായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെയാണ് ആർബിട്രേജേഴ്സ് പ്രോഫിറ്റ് ഉണ്ടാക്കുക. സോ അവർ കീൻ ഒബ്സർവേഴ്സ് ആണ്, സ്കിൽഡ് ഇൻ മാർക്കറ്റ് അനാലിസിസ് എന്നുള്ളത് ഓർക്കുക. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു ചെറിയ 1-2 സെക്യൂരിറ്റി വാങ്ങിയാലോ വിചാരം ഒന്നും ഇവിടെ അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാവില്ല. കാരണം ഷെയർ പ്രൈസസിലുള്ള ഡിഫറൻസ് പറഞ്ഞാൽ വളരെ വളരെ മീഗറായിരിക്കും, വളരെ മിനിമൽ ആയിരിക്കും. സോ ഈവൻ വിത്ത് ദ വെരി മിനിമൽ പ്രൈസ് ഡിഫറൻസസ് ഇൻ 2 different markets, if they have to earn a profit, they will have to engage in huge volume of transactions. എങ്കിലും മാത്രമേ ഉള്ളൂ അവർക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അതാണ് ഇവിടെ ഓർക്കേണ്ടത്. ഈ പ്രൈസ് വേരിയേഷൻ എന്ന് പറയുന്നത് വളരെ മിനിമൽ ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് വേണം, ഹ്യൂജ് വോളിയം ഓഫ് ട്രാൻസാക്ഷനിൽ എൻഗേജ് ചെയ്താൽ മാത്രമേ അവിടെ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ആർബിട്രേജേഴ്സ് ആൻഡ് ദെൻ ഡെറിവേറ്റീവ് ട്രാൻസാക്ഷൻ. ദിസ് ഇസ് എ ഡിഫറെന്റ് ഏരിയ, യു ഹാവ് ഇറ്റ് ആസ് എ ഡിഫറെന്റ് മോഡ്യൂൾ ആസ് സച്ച്. അതുകൊണ്ട് അത് ഇന്നൊരു ക്ലാസ്സിൽ പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു ഇൻട്രോ മാത്രമേ ഇതിലേക്ക് കൊടുക്കുന്നുള്ളൂ. ഡെറിവേറ്റീവ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കോൺട്രാക്ട്, ഒരു എഗ്രിമെന്റ് ബിറ്റ്വീൻ 2 parties. രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് ടു ബൈ ഓർ സെൽ സെക്യൂരിറ്റീസ്. ഓക്കെ, ആൻഡ് അവിടെ ആ ഒരു ഡെറിവേറ്റീവ് എന്നതിൽ പറയാൻ കാരണം ദ വാല്യൂ ഓഫ് ദ ട്രാൻസാക്ഷൻ ഓർ ദ വാല്യൂ ഓഫ് ദ എഗ്രിമെന്റ് ഈസ് ഡിറൈവ്ഡ് ഔട്ട് ഓഫ് എൻ അണ്ടർലൈൻ അസറ്റ്. ഒരു അണ്ടർലൈൻ അസറ്റിൽ നിന്നുമാണ് ഈ ട്രാൻസാക്ഷന്റെ വാല്യൂ ഡിറൈവ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ് അതിനെ നമ്മൾ ഡെറിവേറ്റീവ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. ഓക്കെ, സോ ഈ അണ്ടർലൈൻ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്തുമാകാം, ഗോൾഡ് ആകാം, കറൻസി ആകാം, ഓയിൽ ആകാം, റബ്ബർ, കമോഡിറ്റി ആകാം. ഓക്കെ, റബ്ബറിനോ മെറ്റൽസിനോ എന്തെങ്കിലും ആവാം. സോ ഷെയർസ് ആവാം. സോ ഇതെല്ലാമാണ് ഒരു അണ്ടർലൈൻ അസറ്റ് എന്ന് പറയുക. സോ ഈ ഒരു അണ്ടർലൈൻ അസറ്റിന്റെ വാല്യൂവിൽ വെച്ചിട്ട് വാല്യൂവിനെ ബേസ് ചെയ്ത് രണ്ട് പാർട്ടികൾ തമ്മിൽ വാങ്ങാനോ വിൽക്കാനോ ഏർപ്പെടുന്ന കോൺട്രാക്റ്റിനെയാണ് ഡെറിവേറ്റീവ് ട്രാൻസാക്ഷൻ എന്ന് പറയുക. സോ മെയിൻലി ഡെറിവേറ്റീവ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഒരു റിസ്ക് റിഡക്ഷൻ ടെക്നിക്കാണ്. ഹെഡ്ജിങ് എന്നൊക്കെ നിങ്ങൾ പഠിക്കും. സോ റിസ്ക് റിഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. പക്ഷേ അത് സ്പെക്കുലേറ്റീവ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. സോ സ്പെക്കുലേറ്റീവ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൽ ബേസിക്കലി ഉള്ളത് 4 ടൈപ്സ് ആയിട്ടുള്ള there are 4 types of derivatives, forwards, futures, options and swaps. നിങ്ങളുടെ +2 ൽ പഠിച്ചിട്ടുണ്ട് കുറേ പേരൊക്കെ. സോ ഫോർവേഡ്സ്, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, സ്വാപ്സ് ആണ് 4 ടൈപ്പ് ആയിട്ടുള്ള ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ്. വി ആർ ഗോയിങ് ടു ഡീൽ ഇറ്റ് ഇൻ ഡീറ്റെയിൽ ഇൻ ദ ലാസ്റ്റ് മൊഡ്യൂൾ. ഇപ്പോൾ എത്ര ഓർത്തിരിക്കുക. അതിൽ തന്നെ സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻസിന് വേണ്ടി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓപ്ഷൻ ഡീലിംഗ്സ് എന്നുള്ളതാണ് സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ next class. Okay, so as of now we just started with speculative transactions. We talked about intraday, which is also known as day trading, short selling without having shares in hand, they are selling, margin trading with only intraday endaanu parnay within the day sale and purchase happen and profit earns if possible. Short selling without having shares in hand, the sale happens. Margin trading എന്ന് പറഞ്ഞാൽ with only 50% of the funds in hand, the transaction happens. Arbitrage is exploiting the price differences from low price to high price.
Then derivative transactions, basically we have to deal with option tailings. We will talk about it in the last class, okay? Sorry, in the next class. So I hope the portion is clear to you. Please watch the video and try to understand, and thank you so much for listening.